ഹലോ ഫ്രണ്ട്സ്, ചെറിയൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഡോഗ്സിനെ കുറിച്ചായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം ഈ വരുന്ന 14-ാം തീയതി ലിസ്റ്റിംഗ് ഉണ്ടാവുന്നൊക്കെ ഒരു റൂമറുണ്ട്. വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ പ്രീ മാർക്കറ്റ് ട്രേഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം ഇപ്പോൾ 43,500 അടുത്ത് ഡോഗ്സാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഇതിൽ ഡെയിലി ചെക്ക് ഇൻ റിവാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡെയിലി എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ഇന്ന് 200 ആണെങ്കിൽ നാളെ 400, പിന്നെ 600, അങ്ങനെ 200 വെച്ചിട്ട് ഓരോ ദിവസം കൂടും. 1400 വരെ മാക്സിമം തോന്നുന്നു ഡെയിലി കിട്ടുന്നത്. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ അതിൽ ഓരോ ടാസ്കുകളുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുക. സിമ്പിൾ ടാസ്ക്കാണ്. പിന്നെ അതിൽ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് ഒരു ടൗണിലൊരു ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിലൊരു 3000 കോയിൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ വാലറ്റ് എങ്ങനെ കണക്ട് ചെയ്യുക വെച്ചാൽ വാലറ്റ് കണക്ട് വേണ്ടി വരും. പിന്നെ അതുപോലെ ടോൺ ട്രാൻസാക്ഷൻ വേണമെങ്കിൽ നടത്തിയാൽ മതി, അത് നിർബന്ധമുള്ള കാര്യമല്ല. ചെയ്യുകയാണെങ്കിൽ 3000 കോയിന് കിട്ടുമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ കാണാം കണക്ട് വാലറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുക, ഈ ടോൺ കീപ്പർ കൊടുക്കുക. ടോൺ കീപ്പർ ഒരുപാട് വാലറ്റ് ഉണ്ട്. പിന്നെ ടെലഗ്രാം വാലറ്റ് ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഉപയോഗിക്കുന്ന സിമ്പിളായിട്ടുള്ള വാലറ്റാണ് ടോൺ കീപ്പർ. അപ്പോൾ ഇതിൽ ടോൺ കീപ്പർ വാലറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിൾ പ്ലേ പോയിട്ട് എന്ത് ചെയ്യുക, ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ട്രസ്റ്റ് വാലറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ ഒരു സീഡ് ഫ്രൈസ് ഉണ്ടാവും, അത് എടുത്ത് വെക്കണം. അതിന് ശേഷം എന്ത് ചെയ്യുക, കണക്ട് വാലറ്റ് കൊടുക്കുക, എന്നിട്ട് അത് ലിങ്ക് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഈ ബീകോയിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ അതിലിപ്പോൾ ഹാവിങ് വന്നിട്ട് ലാസ്റ്റ് നമ്മൾ 80,000 ആയിരുന്നു കണ്ടിരുന്നത്. അത് 40,000-ക്ക് ഹാവിങ്ങിന് ശേഷം അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂട്ടാനുള്ള ഓരോ സംഭവങ്ങളുണ്ട്, ചെറിയ ചെറിയ ഓരോ ടാസ്കുകളാണ്. നിലവിൽ 40,000 കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ X1 X2 എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഡേ 1 X2, അതായത് ഇപ്പോൾ 40 കിട്ടുകയാണെങ്കിൽ നമുക്കത് 80 എത്തിക്കാം. പിന്നെ ഡേ 2 1:20, അതിന് ഓരോ ടാസ്കുകളുണ്ട്. സബ്സ്ക്രൈബ് ടു അവർ ടെലഗ്രാം, ഇപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ ഡബിളായി കിട്ടും. പിന്നെ ഡേ 2 ടാസ്ക് വരുന്നത് പ്ലേ 1 ഗെയിം, ഒരു ഗെയിം കളിക്കാനാണ്. പിന്നെ 3 ബൂസ്റ്റേഴ്സ് യൂസ് ചെയ്യാനാണ്. ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ കാണാമല്ലോ, മൂവ് ബാക്ക്, ഡിലീറ്റ് 1 ടൈല്. അപ്പോൾ അത് ഡിലീറ്റ് 1 ടൈൽ ഒന്നുള്ളത് അവയെ ഒഴിവാക്കി. പിന്നെ ഫ്രീ മൂവ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്, അതാണ് ഇതിൻ്റെ ബൂസ്റ്റർ. ഓക്കെ, അപ്പോൾ അതും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് 2 സംഭവം ഞാൻ യൂസ് ആക്കി. അതുപോലെ ഒന്നും കൂടി യൂസ് ചെയ്താൽ എന്തായി, അത് 3 ഓക്കെ. അപ്പോൾ അതിൻ്റെ ടാസ്ക് അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇൻവൈറ്റ് ഫ്രണ്ട്, പിന്നെ ഗെറ്റ് 5 ബൂസ്റ്റർ, ഇൻവൈറ്റ് 1 ഫ്രണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എക്സലൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാൻ, പിന്നെ പ്ലേ ഗെയിം, അങ്ങനെയാണ് ഓരോ ടാസ്ക് വരുന്നത്. അപ്പോൾ നമുക്ക് 40 കിട്ടണ × 2, പിന്നെ × 3, × 4 എന്ന് പറഞ്ഞിട്ട് മാക്സിമം എന്ത് ചെയ്യുക, നമുക്ക് ഇതിൽ പോയിൻ്റ് എടുക്കാൻ കഴിയും. ഇതിലിപ്പോൾ അടുത്ത ഹാവിങ് വരുന്നത് കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ 8,400 കാണിക്കുന്നുണ്ട്. 8,400 കഴിഞ്ഞാലാണ് 4th ഹാവിങ്. ഏകദേശം 68 മില്യൺ, 68 പിന്നെ കുറച്ച് ഡിജിറ്റും കഴിഞ്ഞിട്ടുള്ള മില്യനാണ് നിലവിലിപ്പോൾ മൈൻ ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ മാക്സിമം പോയിൻ്റ് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഇത് തീരും. അപ്പോൾ ഇതിൽ കണക്ട് വാലറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ബ്ലം ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ, ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഇതേപോലെ കണക്ട് വാലറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കണക്ട് വാലറ്റ് വന്നിട്ടുണ്ട് ബീകോയിനിൽ. അതുപോലെ ഹാംസ്റ്റർ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓൾറെഡി കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അതാണ് പിന്നെ ഞാൻ ഹാംസ്റ്ററിനെ കുറിച്ച് പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാത്തത്. ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, എനിക്കിതിൽ 3-4 അക്കൗണ്ട് ഉണ്ട് ഹാംസ്റ്ററിൽ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് PPH കൂട്ടുക. പിന്നെ ഇതിലിപ്പോൾ 1.86 എൻ്റെ PPH കാണിക്കുന്നത്. ഇപ്പോൾ വേറെ 2 വാലറ്റിൽ 3 മില്യൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മറ്റേ നമ്മളെ അച്ചീവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൽ വേറെ സംഭവം എന്താ വെച്ചാൽ ഓരോ സ്പിന്നുണ്ട്. സ്പിന്ന് എന്ത് ചെയ്യുക, അത് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു
10 ലക്ഷം കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സ്പിന്ന് കിട്ടും. അപ്പോൾ ഇത് ഓരോ ഡെയിലി 2-3 വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഓൾ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ റേറ്റ് കൂടിയതും കോയിൻ കൂടിയ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മൈനിൽ പോയി കഴിഞ്ഞാൽ ഈ ലെവൽ എന്ത് ചെയ്യുക, 15ൻ്റെ മേലെ എത്തിക്കുക, 16ലേക്ക് എത്തിക്കുക. ഒരു 50 കാർഡോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ 100 കാർഡോ എന്ത് ചെയ്യുക, 16 ലെവലിലേക്ക് എത്തിക്കുക. പിന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് ഉണ്ട്. ബൂസ്റ്റിൽ ഈ ഫുൾ എനർജി എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് യൂസ് ചെയ്യുന്ന പോലെ കാണിക്കുക. അപ്പോൾ ഇനി 1 hour കഴിഞ്ഞിട്ട് അടുത്തത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ എന്ത് ചെയ്യില്ല, ഓൺ ആക്കുമ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് ഫുൾ എനർജി അത് യൂസ് ചെയ്യുന്ന പോലെ ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചീവ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞു. പിന്നെ ഇതിൽ കണക്റ്റ് വാലറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ടോൺ കീപ്പർ വാലറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ വാലറ്റും കണക്ട് ചെയ്യുക. ഇതിൻ്റെ ഓപ്ഷൻ നോക്കട്ടെ കേട്ടോ, ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ ഓൾറെഡി ഈ എയർ ഡ്രോപ്പ് എടുക്കുമ്പോഴാണ് എൻ്റെ കണക്റ്റിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നത്. ഇപ്പോൾ അത് എവിടെയെന്ന് അറിയില്ല, പോയിൻറ്റ്സിൽ നോക്കട്ടെ. അതാണ് ഇവിടെ കാണുന്നത്, വിഡ്രോവലിൽ കാണുന്നതുകൊണ്ട് കണക്ട് ടോൺ വാലറ്റ്. അപ്പോൾ ടോൺ വാലറ്റ് വെച്ചിട്ട് ഓൾറെഡി ഞാനിത് വേറെ ഫോണിൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഫോണാണ്, അതാണ് ഇതിൽ ലിങ്ക് ചെയ്യാത്തത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുക. പിന്നെ ബികോയിൻ, ഡോക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.